കെ മുരളീധരൻ്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് കയറ്റിറക്കങ്ങൾ. അതായത് ഒരുപക്ഷെ മന്ത്രിയായ സത്യപ്രതിജ്ഞ ശേഷം വടക്കാഞ്ചേരിയിലെ തോൽവി, പിന്നീട് DIC, പിന്നീട് തോൽവി, പരാജയം, വിജയം, അതിനുശേഷം ഇങ്ങനെ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക്. ഒരുപക്ഷെ ഇത് പരിശോധിക്കുകയാണെങ്കിൽ അവിശ്വസനീയമായ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്നു. അങ്ങനെ തോന്നുന്നുണ്ടോ? അതെ, ഇതുവരെ കടന്നു വന്ന മാർഗങ്ങളെക്കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലത് വേണ്ടിയിരുന്നില്ല എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. പാർട്ടി വിട്ടു പോയതും വേറെ സംഘടന ഉണ്ടാക്കിയതൊക്കെ ഒരു ആവശ്യമില്ലാത്ത ഒരു കാര്യമായി ഇപ്പോൾ തോന്നാറുണ്ട്. പക്ഷേ ഇതൊക്കെ ചില സന്ദർഭങ്ങളിൽ സംഭവിച്ചു പോകുന്നതാണ്. ചിലപ്പോൾ നമ്മൾ അറിയാതെയും നമുക്ക് തെറ്റുകൾ പറ്റാം. അപ്പോൾ തെറ്റുകൾ പറ്റുമ്പോൾ തിരുത്തുക, അതാണ് രാഷ്ട്രീയത്തിലും ജീവിതത്തിലുള്ളൊരു നിലപാടെന്ന് പറയുന്നത്. അന്ന് DIC രൂപീകരിക്കേണ്ട എന്നിപ്പോൾ തോന്നാനുള്ള ഒരു കാരണം എന്താണ്? അല്ല, അത് അന്ന് അല്പം കൂടെ ശാന്തമായിട്ടൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ കുറേ കൂടെ ഒന്ന് നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ആ ഗ്രൂപ്പിൻ്റെ അതിപ്രസരം ആ കാലഘട്ടത്തിലൊരു ഭരണ തുടർച്ച ഇല്ലാതാക്കി. അല്ലെങ്കിൽ ഉറപ്പായിട്ട് 2006 UDF തിരിച്ചു വരുമായിരുന്നു. AK ആന്റണി മുഖ്യമന്ത്രി, ഞാൻ KPC പ്രസിഡൻറ്റും ആയിരുന്ന കാലത്തെ ഒരു സംവിധാനം മുന്നോട്ട് പോയിരുന്നെങ്കിൽ 2006 തന്നെ ഭരണ തുടർച്ച UDFന് ലഭിക്കുമായിരുന്നു. പക്ഷെ അതൊക്കെ ഇല്ലാതായി എന്നുള്ളത്. ഇനിയെങ്കിലും ബാക്കിയുള്ള ഇനിയൊരു ഭരണ തുടർച്ച, അതാണ് UDFൻ്റെ ലക്ഷ്യം. അന്ന് DIC രൂപീകരിച്ച് മറൈൻ ഡ്രൈവിലെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം ഞാനന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. അന്ന് വളരെ ഒരുപക്ഷെ കെ മുരളീധരൻ്റെ ഒരു പ്രസംഗം ഒരുപാട് ധാർഷ്ട്യം ഉണ്ടായിരുന്നു അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അന്ന് അത് സംഭവിക്കാനുള്ളത് അന്നൊരു പക്വതക്കുറവോ അല്ലെങ്കിൽ ഒരു അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ അല്പം കർക്കശമായിട്ടുള്ള സ്വരം ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം പാർട്ടിക്കകത്തുനിന്ന് പുറത്തു പോയൊരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടുണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ളതാണെന്ന് സംഭവിച്ചത്. അന്ന് മനഃപൂർവ്വ ദാഷ്ട്യം ഉണ്ടാക്കിയതല്ല. അന്ന് DIC രൂപീകരിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കെ മുരളീധരൻ ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായി മാറിയാനെ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, നമ്മൾ പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിലൊരു പാളിച്ച പറ്റി കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ദൂരവ്യാപ ഫലങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ അന്ന് വടക്കാഞ്ചേരിയിലെ തോൽവിയിൽ നിന്ന് പിന്നീട് ഇങ്ങനെ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് കടന്നു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, രാഷ്ട്രീയത്തിലെ വരും വരായികളെക്കുറിച്ച് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ചിലത് സംഭവിക്കാൻ, ചിലത് സംഭവിക്കില്ല. പക്ഷെ ഏതായാലും ഭാഗ്യം കൊണ്ട് നമുക്ക് ഇത്തവണ വീണ്ടും ഒരു തിരിച്ചുവരെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നിയത്. ഈ DICയിലൊക്കെ വന്നതിന് ശേഷം ഒറ്റപ്പെട്ട് ഇങ്ങനെ ഒരു രാഷ്ട്രീയ വിഷമത്തിൽ, മാനസികമായ വിഷമത്തിൽ കടന്നുപോയ കാലയളവുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ടും ഫാദർ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോയതിന് ശേഷമുള്ള ഒരു ഒറ്റപ്പെടലുണ്ടല്ലോ, അത് സംഭവിച്ചു. ശരിയാണ്, അതിനെ സത്യം മറച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് മുഖ്യധാരയിലേക്ക് വന്നു ചേരാൻ കഴിഞ്ഞു. ഇപ്പോൾ മന്ത്രിയായപ്പോഴും തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള സഹകരണവും ഒരു കൂട്ടായ്മ ഇപ്പോൾ പാർട്ടിയിൽ രൂപപ്പെട്ടു.